So good morning to all. So ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് COAയുടെ മൊഡ്യൂൾ 1ലെ ബാക്കി ടോപ്പിക്കായ ബസ് സ്ട്രക്ചേഴ്സ് ആണ്. സോ എന്താണ് ബസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. ബസ് എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. സോ ബസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു സിമ്പിൾ സ്ട്രക്ചർ ഒരു നെറ്റ്വർക്കിംഗ് സ്ട്രക്ചറാണ്. അത് നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫർ ആണ്, അതുപോലെ ഒരു ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് പോലെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഈ ബസ്. So only one source or destination pair of units can use this bus to transfer data at any one time. So അപ്പോൾ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ പെയർ ഓഫ് യൂണിറ്റ്സ് മാത്രമേ ഈ ബസ്സിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡേറ്റ ട്രാൻസ്ഫർ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ബസ്സിന് 3 സെറ്റ്സ് ഓഫ് ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ക്യാരി, അഡ്രസ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ്. Okay, the bus consists of 3 sets of lines used to carry, address, sets, data and control signals. So IO device interfaces are connected to these lines. Good morning to all. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ബേസിക് ഓപ്പറേഷണൽ കോൺസെപ്റ്റ് COAയുടെ മൊഡ്യൂൾ 1ലെ ടോപ്പിക്ക് കവർ ചെയ്തായിരുന്നു. നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോണ നെക്സ്റ്റ് ടോപ്പിക്കായ ബസ് സ്ട്രക്ചേഴ്സ് ആണ്. സോ എന്താണ് ബസ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ എന്താണ് ബസ്? ബസ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് പോലെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ സ്ട്രക്ചറാണ് ബസ്. ഈ ബസ് പ്രോസസ്സറും അതുപോലെ തന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടൊരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ്. സോ ഈ ബസ് മെയിൻലി കൺസിസ്റ്റ് ആവുന്ന 3 സെറ്റ് ഓഫ് ലൈൻസ് ആണ്. ഒന്ന് ക്യാരി അഡ്രസ്, ഡേറ്റ ആൻഡ് കൺട്രോൾ സിഗ്നൽസ്. സോ ഈ 3 സെറ്റ് ഓഫ് ലൈൻസ് ഒരു ബസ്സിനുണ്ടാവും. ഈ താഴെ കാണിക്കുന്ന ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ബസ്സിൻ്റെ 3 സെറ്റ് ഓഫ് ലൈൻസ് ആണ്. അഡ്രസ് ലൈൻസ്, ഡേറ്റ ലൈൻസ് ആൻഡ് കൺട്രോൾ ലൈൻസ്. സോ ഈ 3 ടൈപ്പ് ബസ്സിൽ ഇത്രയും ലൈൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 സെറ്റ് ചെയ്തിരിക്കുന്ന ലൈൻസ് കണക്ട് ചെയ്തിരിക്കുന്ന നോക്കിയേ IO ഇൻ്റർഫേസിലോട്ടാണ്. IO ഇൻ്റർഫേസ് എന്നാണ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഇൻ്റർഫേസ്. അതിൻ്റെ അകത്ത് വരുന്നത് അഡ്രസ് ഡീകോഡർ. അഡ്രസ് ഡീകോഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എങ്ങോട്ടായിരിക്കും കണക്ട് ചെയ്യുന്ന കണക്ഷൻ കണ്ടോ? ദാറ്റ് കണക്റ്റഡ് ടു അഡ്രസ് ലൈൻസ്. ആൻഡ് ദ കൺട്രോൾ സർക്യൂട്ട്സ് എങ്ങോട്ടായിരിക്കും? കൺട്രോൾ ലൈനിലുള്ള ബസ്സിലായിരിക്കും കണക്ട് ചെയ്യിക്കുന്നത്. അതേപോലെ ഡേറ്റ, സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റേഴ്സ് ഇതൊക്കെ ഡേറ്റ ലൈനിൻ്റെ ബസ്സിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഫിഗർ ഷോ ചെയ്യുന്നത്. ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസിൽ നിന്നായിരിക്കും ഇവർക്ക് ഇതിൻ്റെ ഡേറ്റ കിട്ടുന്നത്, ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. സോ നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. So each input or output device is assigned a unique set of address. ഓരോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിന് ഒരു യൂണിക് സെറ്റ് ഓഫ് അഡ്രസ്സസ് കൊടുത്തിട്ടുണ്ട് ആ രജിസ്റ്റേഴ്സിന്. So when the processor places a particular address on the address line, it is examined by the address decoder of all devices on the bus. The device that recognizes this address responds to the commands issued by the control lines. So ഫസ്റ്റ് നമ്മൾ അഡ്രസ് ലൈനിൽ അഡ്രസ്സ് റിസീവ് ചെയ്യുമ്പോൾ അഡ്രസ്സ് എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്തിട്ട് അത് ആര് റെക്കഗ്നൈസ് ചെയ്യും? കൺട്രോൾ ലൈൻസ് ഇഷ്യൂ ചെയ്യുന്ന കമാൻഡ് ആ അഡ്രസ്സിന് അനുസരിച്ച് റെക്കഗ്നൈസ് ചെയ്ത് റെസ്പോണ്ട് കൊടുക്കും. ദ പ്രോസസർ യൂസസ് ദ കൺട്രോൾ ലൈൻസ് ടു റിക്വസ്റ്റ് ഐദർ എ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഈ കൺട്രോൾ ലൈൻസ് ഉപയോഗിച്ച് ഈ പ്രോസസർ എന്ത് റിക്വസ്റ്റ് ചെയ്യും? റീഡ് ആണോ റൈറ്റ് ഓപ്പറേഷൻ ആണോ നടത്തണമെന്ന് ഈ പ്രോസസർ പറയും. ആൻഡ് റിക്വസ്റ്റഡ് ഡേറ്റ ട്രാൻസ്ഫർ ടു ഓവർ ദ ഡേറ്റ ലൈൻസ്. അപ്പോൾ ഈ പ്രോസസർ റിക്വസ്റ്റ് ചെയ്യുന്ന ഡേറ്റ ഇനി എങ്ങോട്ട് ട്രാൻസ്ഫർ? ഡേറ്റ ലൈൻസിലോട്ട് ട്രാൻസ്ഫർ. വെൻ IO devices and the memory share the same address space, the arrangement is called memory mapped IO. സോ നമ്മുടെ ഇൻപുട്ട് ഡിവൈസസും അതേപോലെ മെമ്മറിയും ഒരേ അഡ്രസ് സ്പേസ് ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ആ അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് മെമ്മറി മാപ്ഡ് IO. Any machine instruction that it can access memory can be used to transfer data to or from input or output device. So output device data transfer ചെയ്യുന്ന input and output deviceലോട്ട് data transfer ചെയ്യുന്ന മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത്. സോ അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന 2-3 ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരാം. ലോഡ് R2, data in. നമ്മൾ പറഞ്ഞു ലോഡ് എന്തിനാണ്? ടു ട്രാൻസ്ഫർ ഡേറ്റ ടു രജിസ്റ്റേഴ്സ്. ഡേറ്റാസ് രജിസ്റ്ററിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം ലോഡ് യൂസ് ചെയ്യണം. സോ ലോഡ് R2 ടു ഡേറ്റ ഇൻ. ഇവിടെ ഡേറ്റ ഇൻ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ രജിസ്റ്ററാണ്, ഓക്കെ. ഡേറ്റ ഇൻ യൂസ് ചെയ്യുന്നത് ഡേറ്റ ഇൻ അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? റീഡ് ദ ഡേറ്റ ഫ്രം ഡേറ്റ ഇൻ. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. മീൻസ് ഡേറ്റ ഇൻ എന്ന് വെച്ചാൽ ഡേറ്റ ഇൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഡേറ്റ എടുക്കുക. ആൻഡ് ഡേറ്റ ഔട്ട് എന്ന് പറഞ്ഞാൽ
ഡേറ്റയെ ഡിസ്പ്ലേ ചെയ്യാനാണ് ഡേറ്റ ഔട്ട്. ഡേറ്റ ഇൻ എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യാനും ഡേറ്റ ഔട്ട് അത് റിസൾട്ട് കാണിക്കാനുമാണ്. സോ നമ്മൾ ഫസ്റ്റ് നോക്കിയേ ലോഡ് R2, ഡേറ്റ ഇൻ. സോ ഇതിൻ്റെ അർത്ഥം അവർ നോക്കിയേ reads the data from data in and stores it into the processor register R2. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യും, ഡേറ്റ ഇന്നിലെ ഡേറ്റ എന്ത് ചെയ്യും, റീഡ് ചെയ്തിട്ട് അത് എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യും, R2 സ്റ്റോർ ചെയ്യും. സോ ഇവിടുത്തെ ഡേറ്റ ഇന്നിൽ നിന്ന് റീഡ് ചെയ്തിട്ട് അത് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും, R2 സ്റ്റോർ ചെയ്യണം. മനസ്സിലായോ? ഇവിടെ നേരെ തിരിച്ചാണ് വന്നത്, കാരണം ഇവിടെ ഡേറ്റ ഇൻ ഡേറ്റ ഔട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് യൂസ്. അതേപോലെ സെക്കൻഡ് വന്ന് സ്റ്റോർ R2, ഡേറ്റ ഔട്ട് നോക്കിയേ. അവിടെ എന്താണ് പറഞ്ഞത്, സെൻസ് ദ കണ്ടന്റ്. സ്റ്റോർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഡേറ്റ ടു മെമ്മറിയിലോട്ട് ചെയ്യാനാണ്. സോ സെൻസ് ദ കണ്ടന്റ് ഓഫ് രജിസ്റ്റർ R2 ടു ലൊക്കേഷൻ ഡേറ്റ ഔട്ട്. ഇവിടെയാണ് R2 സ്റ്റോർ ചെയ്യുന്ന റിസൾട്ട് എങ്ങോട്ടാണ് അയക്കണം, ഡേറ്റ ഔട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഡേറ്റ ഔട്ടിലോട്ടാണ് സെൻഡ് ചെയ്യുന്നത്. സോ ഇതാണ് ഈ രണ്ട് ഇൻസ്ട്രക്ഷൻസ് പറയുന്നത്. ദ അഡ്രസ് ഡീകോഡ് ദ ഡേറ്റ ആൻഡ് status registers and the control circuitry required to coordinate IO transfers constitute device interface circuit. So ഇവിടെ ഈ പ്രോസസ്സ് ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് പ്രോസസ്സർ മെമ്മറി കാണും, ഇൻപുട്ട് 1 to ഇൻപുട്ട് ഡിവൈസ്, ഒരുപാട് ഇൻപുട്ട് ഡിവൈസ് അതിൻ്റെ കൂടെ ആയിരിക്കും ബസ് പോകണം. സോ ഒരു ഇൻപുട്ട് ഡിവൈസും അല്ലെങ്കിൽ പ്രോസസ്സർ അല്ലെങ്കിൽ മെമ്മറി ഇടയ്ക്കുള്ള ഇന്റർ കണക്ഷൻ നടക്കുന്നത് ഈ ബസ് ട്രാൻസ്ഫർ വെച്ചാണ്. സോ ബസ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ബസ് സ്ട്രക്ചർ എന്താണെന്ന് ചോദിക്കുമ്പോൾ ബസ് സ്ട്രക്ചറിനെ പറ്റി ഈ ഒരു ഫിഗർ വരയ്ക്കാം. ബസ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ബസ്സിൽ എന്തൊക്കെ കൺസിസ്റ്റ് ആവുന്നുണ്ട്, 3 ലൈൻസ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അഡ്രസ് ലൈൻ, ഡേറ്റ ലൈൻ ആൻഡ് കൺട്രോൾ ലൈൻ. അത് IO ഇൻ്റർഫേസുമായിട്ട് കണക്റ്റഡ് ആണ്. അതെങ്ങനെയാണ് കണക്റ്റഡ്, അതിൻ്റെ പെർഫോമൻസ്, അതേപോലെ അതിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസും മെമ്മറി ഒരുപോലെ അഡ്രസ് സ്പേസ് ഷെയർ ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് മെമ്മറി മാപ്പഡ് IO. അത് പിന്നെ അതുപോലെ എനി മെഷീൻ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ക്യാൻ ആക്സസ് മെമ്മറി ക്യാൻ ബി യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഡേറ്റ ടു ഓർ ഫ്രം ആൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതുപോലെ ഇൻപുട്ട് ഡിവൈസിന് ഒരു ഡേറ്റ ഇൻ എന്നൊരു ഡേറ്റ രജിസ്റ്ററും ഡേറ്റ ഔട്ട് എന്ന് പറഞ്ഞൊരു ഡേറ്റ രജിസ്റ്ററും യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഡേറ്റ ഇൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഡേറ്റ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതാണ് ഡേറ്റ ഇൻ, ആൻഡ് ഡേറ്റ ഔട്ട് ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. സോ ഇത് രണ്ടിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലോഡ് R2, ഡേറ്റ ഇൻ ആൻഡ് സ്റ്റോർ R2, ഡേറ്റ ഔട്ട്. സോ ഇത്രയും മെയിൻലിയാണ് ബസ് സ്ട്രക്ചേഴ്സിൽ പറയുന്നത്. സോ ബസ് സ്ട്രക്ചേഴ്സിൽ മെയിൻലി ചോദിക്കാവുന്നത് എന്താണ് ബസ് സ്ട്രക്ചർ, അതിൻ്റെ ഫംഗ്ഷൻസ് ചോദിക്കുമ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫിഗർ വിത്ത് ഫിഗർ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. സോ ഡേറ്റ സ്ട്രക്ചറിൽ സോ ബസ് സ്ട്രക്ചർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് വീഡിയോ നമുക്കിനി പഠിക്കാനുള്ളത് മെമ്മറി ലൊക്കേഷൻസ് ആൻഡ് അഡ്രസ് ആയിരിക്കും. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, കാരണം അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോ അതുവരേക്കും ഓക്കെ ദെൻ ബൈ.